ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. മഴ പെയ്യുന്നിടത്ത് എന്തിനാ വെള്ളം? നല്ലൊരു മഴ മൊത്തവും നനഞ്ഞ് എൻ്റെ ഉടുപ്പെല്ലാം നനഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് ഇച്ചിരി നേരത്തെ വരണമായിരുന്നു ഒരാവശ്യത്തിന്. അന്നേരം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ചെറിയ കാറ്റും ചാറ്റിലും ഒക്കെ ഉള്ളായിരുന്നു. പക്ഷെ വരുന്ന വഴിക്ക് മഴ അങ്ങ് കനത്തു. മൊത്തം നനഞ്ഞ് റോഡ് കാണാൻ വയ്യാത്ത പോലെ മഴയായിരുന്നു. എങ്ങും നിർത്തി സമയം കളയാനില്ല. അതുകൊണ്ട് നേരെ വന്ന് നനഞ്ഞ് തന്നെ വന്ന്. കോട്ടുണ്ടായിരുന്നു, കോട്ടിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ മോനുകുട്ടനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇന്ന് വലിയ പടയണിയാണ്. പടയണി കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരാരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പടയണി കോലം തുള്ളുന്നതൊക്കെ വീഡിയോ കാണിക്കാമോ. ഞാൻ ഇടയ്ക്ക് നമ്മൾ ആ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ പടയണിയുടെ മാത്രം വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊക്കെ പെയ്ത് തോർന്നു. എന്നാലും അന്നേരമൊക്കെ മഴയാണെന്നുണ്ടെങ്കിൽ പോകത്തില്ല. പിന്നെ ഒരുപാട് സമയം നിൽക്കുന്നുമില്ല കേട്ടോ, കാലിന് വേദനയാണ്. ഇപ്പം എന്തായാലും എല്ലാ വർഷവും മാമിയുടെ അടുക്ക പടയണിക്ക് വിളിക്കുന്നതാണ്. ഇത്തവണ മാമിക്ക് വയ്യാഞ്ഞോണ്ട് മാമി വിളിക്കാതൊക്കെ ഇരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ പടയണി കഴിയും. അപ്പം ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വൈകിട്ട് വരാമെന്നും പറഞ്ഞു. അപ്പം നമുക്ക് അത്താഴമൊക്കെ മാമിയുടെ അടുക്കലായിരിക്കും. അമ്മയും വരുന്നുണ്ട്. ഞാനും മോനുകുട്ടനും കൂടെ അങ്ങോട്ട് പോവും. അമ്മയെ പിന്നെ കുക്കു വിളിച്ചുകൊണ്ട് വരും. കുറേ തുണികൾ വാരി സോപ്പ് പൊടിക്കകത്തൊക്കെ മുക്കി വെച്ചിട്ടാണ് രാവിലെ പോയത്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിടണം. കഴുകിയിട്ട് കുളിച്ചേം വെച്ച് വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ അടുക്കളയിൽ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. എന്തുവാ മോനുകുട്ടൻ എന്നെ തുണി കഴുകാൻ സഹായിക്കാൻ ഇറങ്ങി നിൽക്കുമോ. പിന്നെ കൊച്ചോള് വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ കൊച്ചോൾക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആകെ സങ്കടത്തിലായിപ്പോയി. അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരുടെ പോകണം എന്നൊക്കെ കണ്ടിരുന്നതാണ്. പക്ഷെ നടന്നില്ല. അപ്പം ഞാൻ എൻ്റെ ജോലികളിലേക്ക് കടക്കട്ടെ. കുറേ തുണിയുണ്ട്, കഴുകട്ടെ. കഴുകി കുളിച്ച് ജപിച്ച് നമുക്ക് ജാനിക്കുട്ടിയുടെ വീട്ടിൽ പോകാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരിച്ചു വരൂ. വീട്ടിരുന്നില്ല. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് പ്രിയങ്ങളെ തുണി കഴുകി ഞാൻ ക്ഷീണിച്ച് നനഞ്ഞ് വാരി ആ പടുത്തി പോയി പെട്ടെന്ന് കുളിച്ച് മോനുകുട്ടനും കുളിച്ച് ഞങ്ങളിനിയും ജാനിക്കുട്ടിയുടെ അടുക്കലോട്ട് പോവാ കേട്ടോ. അമ്മയൊക്കെ അങ്ങോട്ട് പോയി. അവിടുന്ന് വിളി വന്ന് തുടങ്ങി. ഞാൻ ആ വയ്യാഴ്ച കൊണ്ട് കാല് പൊളന്ന് പുറം പൊളന്ന് വേദനയായിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഇരുന്നത്. ഇനിയിപ്പോൾ അവിടെ വരെ പോയച്ചും വരാം. അവിടെ കറണ്ടില്ല, പക്ഷെ നമുക്ക് കറണ്ടുണ്ട്. അവിടെ ഇല്ല. അങ്ങോട്ട് പോവാം. പോയിട്ട് വരാൻ പ്രിയങ്ങളെ. ട്രൈപോഡൊക്കെ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റണേന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. കുറച്ചെങ്കിലും വീഡിയോയിൽ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്യല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവാണ് കേട്ടോ.
നമുക്ക് പോയിട്ട് വരാം. ഫോട്ടോഗ്രാഫറാണ്. എടുത്തു യൂട്യൂബിൽ ഇടാന് കട്ട് ചെയ്യത്തില്ല. ഇതൊക്കെ യൂട്യൂബിൽ കാണുന്നുണ്ട്. വെള്ളം വെള്ളം ഇവിടെ മാമിയുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൂട്ടർ കഴിച്ചിട്ട് അവരങ്ങോട്ട് ഇറങ്ങി. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. പരിപ്പും പപ്പടവും ഇഞ്ചിക്കറി, അവിയൽ, സാമ്പാർ, പച്ചടി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ക്ഷീണം കൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഉണർന്നപ്പോഴത്തേക്ക് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞോയും അപ്പോഴത്തേക്ക് ഉറക്കമായിട്ടോ. ഇടയ്ക്ക് ഞരങ്ങ് മൂളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ളവരൊക്കെ ദേ പോകാൻ ഒരുങ്ങുന്നുണ്ട്. ഒരു വാക്ക് പറയും, അതിന്റെ സ്പെല്ലിംഗ് അത് കണ്ടുപിടിക്കണം. അന്നേരം അത് ചെയ്യുവേ. പിന്നെ വയലറ്റ് ആയിരുന്നു. സ്റ്റോറേജ് ഇല്ല കേട്ടോ. 32 മിനിറ്റ് കൂടിയേ ഉള്ളു. ചാടുന്നതല്ലേ എവിടെ പോവാ ജാനിക്കുട്ടി? കടയിലേക്ക്. പുതിയ വീട് വെച്ച്
ഞങ്ങളിങ്ങി പോകുന്ന പ്രിയങ്ങളെ. ഇപ്പം 1 മണിയായി കേട്ടോ. കോലം തുള്ളാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇപ്പം തുടങ്ങി കേട്ടോ. നമ്മൾ കണ്ടത് അവിടുന്ന് ചൂട്ടുകറ്റകളൊക്കെ ആയിട്ട് കോലം അമ്പലത്തിലോട്ട് എത്തുന്നത് വരെയാണ് നമ്മൾ കണ്ടത്. ഇനിയാണ് കോലം തുള്ളൽ. അത് രാവിലെ വരെ ഉണ്ട്. അത് കാണാൻ ഇരിക്കാൻ ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങി പോരുന്നത്. 1 മണിയായി. ഇനി ഒന്ന് കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. മോനുകുട്ടനും ഞാനും ക്ഷീണിച്ച്. കുക്കു ഇങ്ങി പോരുന്നു. കുഞ്ഞോ ഉറങ്ങിയായിരുന്നപ്പോൾ കുഞ്ഞോ വീട്ടിൽ മാമൻ്റെ അടുക്ക കിടത്തിയിട്ട് അവളങ്ങോട്ട് വന്നു. അപ്പോൾ അവളും ഇങ്ങി പോരുന്നു. കുട്ടിയും പോരുന്നു. മാമി അവിടെ ഇരിക്കുന്നു. പിന്നെ മാമിയുടെ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷത്തെ പടയണിയും കൂടെ ഇങ്ങനെയൊക്കെ കാണാൻ നമ്മളെ അനുവദിച്ചു. അപ്പം നമുക്ക് അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളുമായിട്ടൊക്കെ കാണാമെന്ന പ്രതീക്ഷയോടെ കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.